നിങ്ങൾ ഒന്നിനെ കുറിച്ച് വിചാരപ്പെടുന്നത്. നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം സ്വതന്ത്രത്തോടെ ദൈവത്തോട് അറിയിക്കപ്പെടുന്നത്. നമ്മൾ ഈ കർത്താവിനെ കടന്നു വരുന്നത് നമ്മൾ തിരിച്ചറിയുന്ന ഏറ്റവും വലിയ കാര്യമാണ്. എനിക്ക് വേണ്ടി കരുതുന്നത് ഒരു മനുഷ്യനല്ല, എനിക്ക് വേണ്ടി കരുതുന്നത് സർവശക്തനായിരിക്കും ദൈവമാണ്. ആ ദൈവത്തിന് നമ്മൾ അതാണ് ആ സംഗീതം നമ്മൾ വായിച്ചത്. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാണ്. അത് ആർക്ക് തന്റെയോടെ പറയാൻ കഴിയുന്നു? ആ വ്യക്തിക്ക് അവനുള്ളിലുള്ള സന്തോഷം വലുതാണ്. ഹല്ലേലൂയ. ദൈവമാണ് നമ്മുടെ സങ്കേതം, ദൈവമാണ് നമ്മുടെ ബലം. ഹല്ലേലൂയ. അവൻ നമുക്ക് വേണ്ടി എന്തോ അത്ഭുതങ്ങൾ ചെയ്യുന്ന കർത്താവ്. ഹല്ലേലൂയ. നമ്മൾ നിരക്കുന്നതിനപ്പുറമായി, നാം ചിന്തിക്കുന്നതിനപ്പുറമായി ഓരോ ദിവസവും ഹല്ലേലൂയ നമ്മുടെ പ്രതീക്ഷയ്ക്കപ്പുറമായി പലതും സംഭവിക്കുമ്പോൾ അവിടെ എല്ലാം നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു കാര്യം, ഈ പ്രതിസന്ധിയിൽ എന്നെ സഹായിക്കാൻ സർവശക്തനായിരിക്കുന്ന ദൈവന്റെ കൂടെയുണ്ട്. ആ ദൈവന്റെ കൂടെയുണ്ടെന്നുള്ളതായിരിക്കുന്ന തിരിച്ചറിയുക. നമ്മുടെ സകല വിചാരത്തിൽ നമുക്ക് കർത്താവിനെ പൂർണ്ണമായി ആശ്രയിക്കുവാനും കർത്താവ് തരുന്നതായിരിക്കുന്ന അനുഭവങ്ങളിലൂടെ സന്തോഷത്തോടെ നമുക്ക് കടന്നു പോകാൻ നമ്മുടെ ജീവിതത്തിലൊക്കെ അതൊക്കെ നമുക്ക് തരുന്ന ഗുണപാഠങ്ങളൊക്കെ എത്രയോ ശ്രേഷ്ഠമാണ്. അതിന്റെ മുകളിൽ ദൈവം ചെയ്തെല്ലാം നന്മകൾക്കായി നമ്മുടെ കർത്താവ് പലപ്പോഴും പറയുന്ന പോലെ നമ്മൾ ആരാധിക്കുമ്പോൾ പിശാചിനെ ഒന്നുമല്ല നമ്മൾ കാണുന്നത്. ആരാധിക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള മലയല്ല നമ്മൾ കാണുന്നത്. ആരാധിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ചെങ്കടലല്ല നമ്മൾ കാണുന്നത്. നമ്മൾ ആരാധിക്കുമ്പോൾ ആരാധനയ്ക്ക് യോഗ്യനായിരിക്കുന്ന, മഹത്വത്തിന് യോഗ്യനായിരിക്കുന്ന നമ്മുടെ കർത്താവിനെ നമ്മൾ കാണുന്നത്. സാറാപ്പോൾ ആരാധിക്കുമ്പോൾ അവർ കണ്ടത് വേറെ കാര്യമല്ല, അപരിശുദ്ധനായിരിക്കുന്ന ദൈവത്തെ. ആരാധന എവിടെയെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടോ? ആരാധനയിൽ അവയെ സ്തോത്രം ചെയ്യുന്നു, അവയെ ആരാധിക്കുന്നതിന്റെ ചില ഭക്തന്മാർ കണ്ടത് അവർ ആരാധിക്കുന്ന ദൈവത്തിന്റെ മഹത്വമാണ്. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ മഹിമയാണ് അവർ കണ്ടത്. ഹല്ലേലൂയ. എന്റെ പകരം നമുക്ക് ഒരുമിച്ച് കർത്താവിനെ വിളിച്ചു പറയാൻ, കർത്താവെ അങ്ങേക്ക് തുല്യനായിട്ട് ആരുമില്ല. ഹല്ലേലൂയ. അവയെ നമ്മൾ ആശ്രയിക്കുന്ന ദൈവത്തിന്റെ മുമ്പാകെ നമുക്ക് തന്റെ ഇടത്തോടെ പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവ് അവയെ സ്തോത്രം ചെയ്യുന്നു, അങ്ങേക്ക് തുല്യനായിട്ട് ആരുമില്ല. ഹല്ലേലൂയ. ഈ ദൈവമാണ് എനിക്ക് വേണ്ടി കരുതുന്നത്. ഈ ദൈവമാണ് എന്റെ കരം പിടിച്ചിരിക്കുന്നത്. ഈ ദൈവത്തിന്റെ ആലോചനയാണ് ഞാൻ ഈ ഭൂമിയിലായിരിക്കുന്നത്. ഈ ദൈവത്തിന്റെ ഇഷ്ടത്തിലാണ് ഞാൻ ഈ ഭൂമിയിലായിരിക്കുന്നത്. ഹല്ലേലൂയ. ആ തിരിച്ചറിവ് നമുക്കറിയാം. ഈ ലോകത്തിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും വായിച്ച സംഗീതത്തിൽ പറയാണ്, ദൈവന്റെ സംഗീതവും ബലമായതുകൊണ്ട്, അവരുടെ ഘട്ടങ്ങൾ ഏറ്റവും അടുത്ത് തുണയായതുകൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും ഹല്ലേലൂയ, അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും ഹല്ലേലൂയ, അവൻ നമ്മളോട് വായിക്കുന്ന വെല്ലുവിളിക്കുകയാണ്, ഏത് പ്രതിസന്ധിയിലും ഞാൻ ഇത് കുലുങ്ങി പോകത്തില്ല. കാരണം ഒരിക്കലും കുലുങ്ങാത്തൊരു പറവയില ഞാൻ നമ്മളല്ലേ ആ ദൈവത്തെ കുറിച്ച് പറയുന്നത്. അതുപോലെ നമുക്ക് ആ ദൈവത്തിന്റെ മഹത്വം ദൈവത്തോട് പറയാം, കർത്താവ് അങ്ങേക്ക് തുല്യനായിട്ടാണ്. നമ്മൾ അനുഭവിക്കുന്ന ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ വിശ്വസ്തത, ഹല്ലേലൂയ, എല്ലാം ഇതിന്റെ മുകളിൽ നമുക്ക് ഓർത്തുകൊണ്ട് ഈ പാടുന്ന പാട് നമുക്ക് ധ്യാനിച്ച് പാടുന്ന നമ്മുടെ കർത്താവിനെ സന്തോഷത്തോടെ വീട് നമുക്ക് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. യേശുവിനെ അങ്ങേക്ക് തുല്യത ആരുമില്ല, അങ്ങല്ലാതെ വേറൊരു ദൈവമില്ല. വിശ്വാസത്തോടെ അങ്ങേക്ക് തുല്യത ആരുമില്ല, അങ്ങല്ലാതെ വേറൊരു ദൈവമില്ല. നിന്നിൽ മാത്രം ഞാൻ വണങ്ങിയിടുന്നു, നീയാണ് ദൈവം എൻ പിതാവേ. പുതുവഴി ഒരുക്കി നീ കരുതുന്ന വിശ്വാസത്തോടെ കരുണയും കരത്താ നീ കാട്ടുന്ന, പുതുവഴി ഒരുക്കി നീ കരുതുന്ന, ദുഃഖത്തിൻ വേളയിൽ കൈവിടാത്തവൻ, ദുഃഖത്തിൻ വേളയിൽ കൈവിടാത്തവൻ, വീഴാതെ താങ്ങുന്നവൻ. ഹല്ലേലൂയ.
പാടുന്നു ഞാൻ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാന്തമായിട്ട് നമ്മുടെ കർത്താവിനോട് സംസാരിക്കാം. ഹല്ലേലൂയ. ആമേൻ. നമ്മളിങ്ങനെ കർത്താവിനെ ആരാധിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യം ആഴമായിട്ട് അടുത്തറിയുക. ഇവിടെ നമുക്ക് ദൈവത്തോട് തുറന്ന് സംസാരിക്കാം. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ദാനിയേലിനെ ദൈവം വിടുവിച്ചപ്പോൾ രാജാവ് പറഞ്ഞൊരു കാര്യം ഇതാണ്: ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിവുള്ളവര് ദൈവം വേറെയില്ല. ഹല്ലേലൂയ. ഈ വിധത്തിൽ വിടുവിപ്പാൻ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ നമ്മളെ കർത്താവിനെ ആരാധിക്കുമ്പോൾ വേറെ ഒന്നുമില്ല, നമ്മുടെ ദൈവം ആരാണ് നമ്മൾ അറിയുന്നത്. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ പ്രതിസന്ധിയുടെ നടുവിലേക്ക് പിശാച് ചോദിക്കും. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. സ്വന്തം ചെയ്തുകൂടാതെ എനിക്ക് ഇങ്ങനെ സംഭവിക്കില്ല. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ പല സന്തോഷങ്ങളെയും പിശാച് എടുത്തു കളയാൻ വേണ്ടി, ആമേൻ, ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, ആമേൻ, അവിടെ എല്ലാം നമ്മൾ കാണേണ്ട ഒരു കാര്യം, നമ്മളെ സന്തോഷിപ്പിക്കുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആമേൻ, ആമേൻ, ആമേൻ. ആമേൻ. നമ്മളെ ആശ്വസിപ്പിക്കുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ പാടിയില്ല, കർത്താവേ അങ്ങേക്ക് തുല്യനായി ആരുമില്ല. കർത്താവിന് തുല്യനായിട്ട് ആരുമില്ലെങ്കിൽ, ഹല്ലേലൂയ, പിശാച് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന ആൾക്കാരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ട? ആമ ഒരു പരിധിക്കപ്പുറം നമ്മൾ അവരെ സ്തോത്രം മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താ? അവൻ നമ്മുടെ ദൈവത്തിന് തുല്യനായ ദൈവത്തെ നമ്മൾ സേവിക്കുമ്പോൾ, ആ ദൈവത്തിന്റെ മക്കളായി നമ്മൾ ജീവിക്കുമ്പോൾ, ആമേ, പലതിനെയും നമ്മുടെ മുമ്പിൽ പിശാച് കൊണ്ടുവന്നിട്ട്, ഹല്ലേലൂയ, ആമേ, നിനക്ക് അങ്ങനെ സംഭവിക്കും, ഇങ്ങനെ സംഭവിക്കും, അങ്ങനെയാകും എന്നൊക്കെ വിളിച്ചു പറയുമ്പോൾ, ആമേ, നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം, കർത്താവ് ആമേ സ്വന്തത്തിനെ വിളിച്ച ദൈവം എത്ര ഉന്നതനാണ്, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരം എത്ര ഭയങ്കരമാണ്. ഹല്ലേലൂയ. ആ കരത്തിൽ ഞാൻ എത്ര സുരക്ഷിതമാണ്. നമ്മളെല്ലാവരും ആമേ ദുഃഖിപ്പിച്ച അനുഭവങ്ങളാണ് നമ്മുടെ ഈ ദേശത്തൊക്കെ സംഭവിച്ചത്, അല്ലെ? എത്രയുടെ സ്വപ്നങ്ങളാണ് മണ്ണിനടിയിലേക്ക് പോയത്. കഴിഞ്ഞ രാത്രിയിൽ ആമേ വലിയ പ്രതീക്ഷയോടെ സ്വപ്നം കണ്ട് ആമേ ഉറങ്ങിയതായിരിക്കുന്നത് പലരും പിന്നെ എന്ത് ചെയ്തില്ല, അല്ലെ? ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്കറിയാം നമ്മുടെ പ്രത്യാശ നമ്മുടെ ദൈവത്തിലാണ്. ഹല്ലേലൂയ. നമ്മുടെ സന്തോഷം നമ്മുടെ ദൈവത്തിലാണ്. ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. സ്തോത്രം ചെയ്യുന്നു. ഈ ഭൂമിയുടെ പരപ്പിൽ നമുക്ക് ഇന്ന് നമ്മുടെ കർത്താവിനെ ആരാധിപ്പാൻ, ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ ദൈവം നമ്മളെ കൊണ്ടുവന്നൊക്കെ എത്ര വലുതാണ്. ഇതിന് വലിയ പദവി ഈ ലോകത്തിൽ വേറെ എന്താ ഉള്ളത്? ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ഈ ലോകത്തിൽ ഇതിന് തുല്യമായി പറയാൻ വേറെ ഒന്നുമില്ല. നമ്മൾ സഭയാകെ കൊണ്ടുവന്ന കർത്താവിനെ ആരാധിക്കുമ്പോൾ കർത്താവിനെ ഇങ്ങനെ ഒരുമിച്ച് വന്ന് ഈ നാമത്തിൽ ഉയർത്തുവാൻ. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. യേശുവിന്റെ നാമത്തിൽ നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നത് നമ്മളാണ്, മറ്റുള്ളവരല്ല. നമ്മളാണ് ആമേൻ വ്യക്തമായി അറിയേണ്ടത്. ആമേൻ. കാരാഗ്രഹത്തിൽ തന്നെ ഭക്തന്മാർ ദൈവത്തെ ആരാധിച്ചപ്പോൾ ആമേൻ അവരുടെ അടിസ്ഥാനങ്ങൾ ദൈവം വളക്കി. നമ്മൾ ആരാധിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ബലഹീനതകൾ മാറിപ്പോകും, നമ്മുടെ രോഗബന്ധങ്ങൾ അഴിഞ്ഞു മാറും, നമ്മുടെ നിരാശകളെല്ലാം മാറിപ്പോകും. കാരണം എന്താ? നമ്മുടെ ആരാധന നമ്മൾ കാണുന്നത് ഈ അഖിലാണ്ടത്തെ ഉണ്ടാക്കിയ, ഹല്ലേലൂയ, ഇതിലുള്ള സകലത്തെ ഉണ്ടാക്കിയതായിരിക്കുന്ന ആ ദൈവത്തിന്റെ അപ്പനാന്നാണ് നമ്മൾ കാണുന്നത്. ആ പിതാവിന്റെ മകനാണ് ഞാൻ. ഹല്ലേലൂയ. അങ്ങനെ ഇതുപോലെ നമുക്ക് ഒരുമിച്ച് പറയാം, കർത്താവേ, ഒരിക്കൽ കൂടെ നമുക്ക് പറയാം, അങ്ങേക്ക് തുല്യനായ നമ്മുടെ വായുകൾ നമുക്ക് തുറന്ന്, ഹല്ലേലൂയ, ശക്തിയോടെ നമുക്ക് ഒരുമിച്ച് പറയാം, കർത്താവേ, അങ്ങേക്ക് തുല്യനായ ആരുമില്ല. അങ്ങേക്ക് തുല്യനായ ആരുമില്ല കർത്താവേ. നമ്മുടെ വിഷയങ്ങളെല്ലാം കർത്താവിനെ സെല്ലിൽ ഇറക്കി വെച്ചിട്ട് ആമേൻ. നിനക്ക് വേണ്ടി ഇവിടെ ആര് പ്രവർത്തിക്കും, ആര് നിന്നെ സഹായിക്കുമെന്ന് പറയുമ്പോൾ ഇത് പകലിൽ നമ്മുടെ വിഷയങ്ങളെല്ലാം ദൈവം കർത്താവ് പറഞ്ഞതുപോലെ നമ്മുടെ വിചാരങ്ങളെല്ലാം നമുക്ക് ദൈവമായി ഇറക്കി വെച്ചിട്ട് പറയാം, ആമേൻ, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഉന്നതനായിരിക്കുന്ന ദൈവമാണ്, ഈ സർവശക്തനായിരിക്കുന്ന ദൈവമാണ്. ഈ ആരാധനയിലേക്ക് നമ്മൾ മകത്തെ കാണുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസത്തോടെ നാം ദൈവത്തിൽ പ്രതികരിക്കുമ്പോഴാണ്. ഹല്ലേലൂയ. ആ സ്ത്രീ തൊണ്ടതുപോലെ, ആ ചാതാരി യേശുവിന്റെ അടുക്കിലേക്ക് വന്നതുപോലെ, തന്റെ ദാസന്മാരെ അയച്ചതുപോലെ ഈ ആരാധനയിൽ നമ്മൾ കേൾക്കുന്ന ദൈവശബ്ദം നമുക്ക് വിശ്വാസമായി മാറുമ്പോൾ, ആ വിശ്വാസത്തോടെ നാം പ്രതികരിക്കുമ്പോൾ, ഹല്ലേലൂയ, ഈ ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ ഒരിക്കൽ കൂടെ ആ കർത്താവിന് മുഖത്തേക്ക് നമുക്ക് പറയാം, കർത്താവ്, അങ്ങേക്ക് തുല്യനായ ആരുമില്ല. അങ്ങേക്ക് തുല്യനായ ആരുമില്ല കർത്താവ്. ഹല്ലേലൂയ. അങ്ങേക്ക് തുല്യനായ
ആരുമില്ല, അങ്ങല്ലാതെ വേറൊരു ദൈവമില്ല. വായന തുറന്ന് അങ്ങേക്കു തുല്യനായി ആരുമില്ല, അങ്ങല്ലാതെ വേറൊരു ദൈവമില്ല. യേശുവേ അങ്ങേക്കു തുല്യനായി ആരുമില്ല, അങ്ങല്ലാതെ വേറൊരു ദൈവമില്ല. മാത്രം ഞാൻ മടങ്ങുകയാവും, മുൻപിൽ മാത്രം ഞാൻ മടങ്ങിയിടുന്നു. നീയാണെൻ ദൈവം, എൻ പിതാവേ. നമ്മളെ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നാം ദൈവത്തിന്റെ സ്തോത്രം ചെയ്യും.